കേരളത്തിൽ നിന്നുള്ള എംപിമാർ ബഹിഷ്കരിച്ചു. നടപടിയിൽ പ്രതിഷേധിച്ച് ഇരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് തീർപ്പ് സമരം നടത്തുന്നത്. ലളിത് മോദി വ്യാപം അഴിമതികൾ ഉന്നയിച്ച് പാർലമെന്റ് സ്തംഭനം നടത്തുന്ന പ്രതിപക്ഷവുമായി സർക്കാർ ഇന്ന് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പരാജയപ്പെട്ടിരുന്നു. ആരോപണ വിധേയരായ മന്ത്രിമാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ പാർലമെന്റ് നടപടിയുമായി സഹകരിക്കില്ലെന്ന് കോൺഗ്രസും ഇടതുപക്ഷവും യോഗത്തിൽ വ്യക്തമാക്കി. അതേസമയം IPL മുൻ കമ്മീഷണർ ലളിത് മോദിക്ക് യാത്രാരേഖകൾ നൽകാൻ താൻ ശുപാർശ ചെയ്തിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. കഴിഞ്ഞ 2 ആഴ്ചയായി ഇക്കാര്യം വിശദീകരിക്കാൻ താൻ കാത്തിരിക്കുകയായിരുന്നുവെന്നും പ്രതിപക്ഷം അനാവശ്യ ബഹളം ഉണ്ടാക്കുന്നതിനാൽ ചർച്ചയ്ക്ക് അവസരം ലഭിച്ചില്ലെന്നും സുഷമ പറഞ്ഞു. കേരളത്തിൽ ഭൂമി പതിച്ചു നൽകുന്ന ചട്ടങ്ങളിൽ സർക്കാർ ഭേദഗതി വരുത്തി. ഇതു സംബന്ധിച്ച് റവന്യൂ വകുപ്പിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങി. മലയോര മേഖലകളിൽ 2005 ജൂൺ 1 വരെയുള്ള കയ്യേറ്റങ്ങൾക്ക് നിയമസാധുത നൽകാനുള്ള തീരുമാനം അടക്കമാണ് പുതിയ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 ഏക്കർ ഭൂമിക്ക് വരെ പട്ടയം നൽകാനും വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. നിലവിൽ 1971 വരെയുള്ള കയ്യേറ്റങ്ങൾക്ക് പട്ടയം നൽകാനുള്ള നിയമമാണുള്ളത്. അതേസമയം ഭേദഗതിക്കെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ചട്ടഭേദഗതി റദ്ദാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. ഭൂ റിസോർട്ട് മാഫിയകളെ സഹായിക്കാനാണ് ഭേദഗതിയെന്നും VS ആരോപിച്ചു. സർക്കാർ തീരുമാനം ഖേദകരമാണെന്ന് TN പ്രതാപൻ MLA പ്രതികരിച്ചു. എന്നാൽ ഭൂമി പതിച്ചു കൊടുക്കുന്നത് സംബന്ധിച്ച നിയമ ഭേദഗതി പെട്ടെന്ന് എടുത്ത തീരുമാനമല്ല എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിശദീകരിച്ചു. തലമുറകളായി ഭൂമി കൈവശം വെച്ചിരുന്നവർക്കാണ് പട്ടയം നൽകുന്നതെന്നും ഇക്കാര്യത്തിൽ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ടെന്നും വരുമാന പരിധി ഒഴിവാക്കണം എന്നത് സർക്കാർ നയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം ഭേദഗതി സംബന്ധിച്ച് KPCC സർക്കാരിനോട് വിശദീകരണം തേടി. KPCC പ്രസിഡന്റ് VM സുധീരൻ റവന്യൂ മന്ത്രി അടൂർ പ്രകാശുമായി സംസാരിച്ചു. ഏത് സാഹചര്യത്തിലാണ് നിയമ ഭേദഗതിയെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും നിയമസാധുത എന്താണെന്ന് അറിയിക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ലാൻഡ് അസൈൻമെന്റ് ആക്ടിൽ ഭേദഗതി വരുത്തിയ അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ചർച്ച നടത്തിയിട്ടില്ല എന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. റവന്യൂ മന്ത്രിയുമായും ഇടുക്കി DCC പ്രസിഡന്റുമായും ചർച്ച നടത്തിയ ശേഷം നാളെ പ്രതികരിക്കുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. കേരളത്തിലെ ആദ്യ IIT പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചു. ഡൽഹിയിൽ നിന്നും കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനി വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിദ്യാർത്ഥികൾക്ക് ആശംസ നേർന്നു. ഇൻഫോസിസ് സഹസ്ഥാപകനും വ്യവസായ സംരംഭകനുമായ ക്രിസ് ഗോപാലകൃഷ്ണന്റെ പ്രഭാഷണത്തോടെയായിരുന്നു പഠനാരംഭം. മലയാള പുതുവർഷ പിറവി ദിനത്തിലാണ് IITയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുക. 2014 പ്രഖ്യാപിച്ച രാജ്യത്തെ 5 IITകളിൽ ആദ്യം യാഥാർത്ഥ്യമായത് കേരളത്തിലേതാണ്. വാളയാറിനടുത്ത് കനാൽ പിരിവിൽ അഹല്യ അങ്കണത്തിലാണ് താൽക്കാലിക ക്യാമ്പസ്. 12 മലയാളികൾ ഉൾപ്പെടെ 117 വിദ്യാർത്ഥികളാണ് ആദ്യ ബാച്ചിൽ ഉള്ളത്. കൊച്ചി തിരുവാങ്കുളത്ത് കാർ പാറമടയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. വാട്ടർ അതോറിറ്റി എഞ്ചിനീയറായ തൊടുപുഴ സ്വദേശി വി വിജു, ഭാര്യ ഷീബ, മക്കളായ മീനാക്ഷി, സൂര്യ എന്നിവരാണ് മരിച്ചത്. പോലീസും അഗ്നിശമന സേനയും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് 4 മൃതദേഹങ്ങളും കണ്ടെടുത്തത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് അപകടം. കൊച്ചി മധുര